أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين اللهم صل على سيدنا محمد وآله وصحبه أجمعين أما بعد ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وعقلا وحفظا وأدبا كاملا. പ്രിയരെ, നൂറുൽ ഇളാഹ് പഠനം നമുക്ക് വുളൂഅ് മൂന്നിനാണ്. ഒന്ന് ഫർളാണ്, മറ്റൊന്ന് വാജിബാണ്, മറ്റൊന്ന് മന്ദൂബാണ്. ഇങ്ങനെ വുളൂഅ് മൂന്നിനം വുളൂഉണ്ട്. ഫർളായ വുളൂഉ ഉണ്ട്, വാജിബായ വുളൂഉ ഉണ്ട്, മന്ദൂബായ വുളൂഉ ഉണ്ട്. ഫർളായ വുളൂഉ ഏതാണ്? അശുദ്ധിയുള്ള ആള്, ചെറിയ അശുദ്ധിയുള്ള ആള് നിസ്കരിക്കാൻ വേണ്ടി ജനാദ നിസ്കാരം, തിലാവത്തിന്റെ സുജൂദ്, ഖുർആൻ സ്പർശിക്കാൻ വേണ്ടി വുളൂഉ ചെയ്യുക, അത് ഫർളായ വുളൂഅ. വാജിബായ വുളൂഅ കഅബൻ തവാഫ് ചെയ്യാൻ വേണ്ടിയുള്ള വുളൂഅ, അത് വാജിബായ വുളൂഅ. സുന്നത്തായ വുളൂഅ ഉറങ്ങാൻ വേണ്ടിയുള്ള വുളൂഅ, ഉറക്കിൽ നിന്ന് ഉണർന്നാലുള്ള വുളൂഅ, ഗീബത്ത് പറഞ്ഞതിന് ശേഷമുള്ള വുളൂഅ. വുളൂഅ ഉണ്ടായിരിക്കാൻ വീണ്ടും വുളൂഅ എടുക്കാം. നമ്മൾ തജ്ദീദുൽ വുളൂഅ എന്നൊക്കെ പറയില്ലേ? അപ്പൊ അതൊക്കെയും എന്താണ്? അതുപോലെ കളവ് പറഞ്ഞാൽ വുളൂഅ എടുക്കുക, നമീമത്ത് പറഞ്ഞാല്, തെറ്റ് ചെയ്താല്, മോശമായ പാട്ട് പാടിയാല്, മയ്യത്തിനെ കുളിപ്പിച്ചാല്, മയ്യത്തിനെ വഹിച്ചാല്, അതുപോലെ ജനാബത്ത് കുളിക്കുന്നതിന് മുമ്പ്, അതുപോലെ വലിയ അശുദ്ധിയുള്ളവർ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഉറങ്ങുക, അതിനൊക്കെ മുമ്പ്, ദേഷ്യം പിടിച്ചാല്, ഖുർആൻ ഓതാന്, ഹദീസ് പാരായണത്തിന്, ഇൽമു പഠിക്കാന്, വാങ്ക് വിളിക്കാന്, ഇഖാമത്തിന്, ഖുതുബക്ക്, മുത്തുനബിയെ സിയാറത്ത് ചെയ്യാന്, അറഫയിൽ നിൽക്കാന്, സഫാ മറവിലുള്ള സഈന്, ഒട്ടകമാംസം കഴിച്ചാല്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വുളൂ സുന്നത്താണ്. അങ്ങനെ വുളൂഇനെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫർള്, വാജിബ്, സുന്നത്ത്. ആ കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. നോക്കാം. ഫസ്ലുൻ ഫി ഔസാഫിൽ വുളൂഇ, വുളൂഇന്റെ വസ്ഫുകളിൽ പറയുന്ന ഫസ്ല്. അൽ വുളൂഉ അലാ സലാസത്തി അഖ്സാമിൻ, വുളൂഉ മൂന്ന് ഖിസ്മുകളാണ്, മൂന്നിനാണ്. അൽ അവ്വലു, ഒന്നാമത്തത് ഫർളുൻ, ഒന്നാമത്തത് ഫർളാണ്. വുളൂഉ ഫർളാണ്. അലൽ മുഹദിസി, മുഹദിസിന്. മുഹദിസ് പറഞ്ഞാൽ എന്താ? മുഹദിസ് പറഞ്ഞാൽ എന്താ? അശുദ്ധിയുള്ളവർക്ക്. അപ്പൊ അശുദ്ധിക്കാർക്ക് ഫർളാണ്. പിന്നെ എന്താ ഈ ഫർള് എന്ന് പറഞ്ഞാല്? അത് കൂടുതലാക്കാനോ ചുരുക്കാനോ പറ്റാത്ത ഒരു നിശ്ചിത ഹുക്മ്, അതാണ് ഫർള്. ശർഈയായ ഫർള് എന്ന് പറയാം. ഇതാണ് ഫർള്. അത് കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. അങ്ങനത്തെ ആണ് ഫർള് എന്ന് പറയുന്നത്. വുളൂഅ് മക്കയിൽ വെച്ചാണ് വുളൂഅ് ഫർളാക്കിയതെങ്കിലും ആ വുളൂഇന്റെ ആയത്ത് ഇറങ്ങിയത് മദീനയിൽ വെച്ചാണ്. മനസ്സിലായ? ഏതായത്ത്? യാ അയ്യുഹല്ലദീന ആമനൂ തുടങ്ങുന്ന സൂറത്തുൽ മാഇദയിലെ 6-ാമത്തെ വചനം. അത് മക്കയിൽ വെച്ചാണ്, മദീനയിൽ വെച്ചാണ് ആയത്തിറങ്ങുന്നത്. പോട്ടെ. അപ്പൊ ശുദ്ധിയില്ലാത്ത മുഹദിസ് വുളൂഅ് ചെയ്യാം. എന്തിന്? ലിസ്വലാത്തി, നിസ്കരിക്കാൻ വേണ്ടി വുളൂഅ് ചെയ്യാം. വലൗ കാനത്ത് നഫ്ലൻ, നിസ്കാരം സുന്നത്താണെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി, സുന്നത്തല്ലേ എന്ന് കരുതിയിട്ട് വുളൂഅ് എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ സുന്നത്ത് നിസ്കാരമാണെങ്കിൽ പോലും നിസ്കരിക്കാൻ വേണ്ടിയുള്ള വുളൂഅ് ഫർളാണ്. വലി സ്വലാത്തിൽ ജനാസത്തി, ജനാസ നിസ്കാരത്തിന് വേണ്ടിയും വുളൂഅ് ചെയ്യാം. അതുപോലെ വസജിദത്തി തിലാവത്തി, തിലാവത്തിന്റെ സുജൂദിന് വേണ്ടി വുളൂഅ് ചെയ്യണം. കാരണം എന്താ? ശുദ്ധിയില്ലാതെ സുജൂദ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് വുളൂ എടുക്കൽ
ഫർളാണ്. വലിമസ്സിൽ ഖുർആനി, ഖുർആൻ സ്പർശിക്കാൻ വേണ്ടിയിട്ട് വുളു എടുക്കൽ ഫർളാണ്. വലവ് ആയത്തൻ, ഖുർആൻ സ്പർശിക്കാതെ വലവ് ആയത്തൻ ഒരായത്താണെങ്കിലും, സ്പർശിക്കുന്നത് ഒരു ആയത്താണെങ്കിലും, ഇതുപോലെ ദിർഹം ദീനാറിലൊക്കെ ഒരായത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചുമരിലോ മറ്റോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ആ എഴുതി വെച്ചതിന് ആ ഒരായത്താണെങ്കിലും അതിനെ സ്പർശിക്കാൻ പോലും വുളു ഫർളാണ്. കാരണം എന്താ, ഖുർആന്റെ സൂറത്തുൽ വാഖിഅയിലെ 79-ാമത്തെ വചനത്തിൽ എന്താ പറയുന്നത്? ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ശുദ്ധി വേണം. അപ്പൊ അതിനൊക്കെ വുളു എടുക്കൽ ഫർളാണ്. അപ്പൊ ഒന്നാമത്തെ ഇനം വുളുവിൽ ഒന്നാമത്തെ ഇനം ഫർളായ വുളു, അത് ഏതിനൊക്കെയാണെന്ന് പറഞ്ഞു. വസാനി, രണ്ടാമത്തത് വാജിബൻ, അത് വാജിബാണ്. രണ്ടാമത്തെ ഇനം ഏതാണ്? വാജിബാണ്. അത് ഏതാ വുളു? ലിത്തവാഫി ബിൽ കഅബത്തി, കഅബ തവാഫ് ചെയ്യാനുള്ള വുളു, കഅബ തവാഫ് ചെയ്യാനുള്ള വുളു അത് വാജിബാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, അത്തവാഫു ഹൗലൽ കഅബത്തി മിസ്ലു സ്വലാ, കഅബക്ക് ചുറ്റുമുള്ള തവാഫ് നിസ്കാരത്തിന് സമാനമാണ്. ഇല്ലാ അന്നക്കും തതകല്ലമൂന ഫീഹി, പക്ഷെ ഒരു വ്യത്യാസമുള്ളൂ, നിസ്കാരത്തിൽ സംസാരിക്കാൻ പറ്റൂല, തവാഫിൽ കലാമ് പറ്റും. ഫമൻ തകല്ലമ ഫീഹി ഫലാ തകല്ലമ ബിഖൈറിൻ, ആരെയും സംസാരിക്കുകയാണെങ്കിൽ ഖൈർ മാത്രമേ പറയാവൂ എന്ന ഒരു ഹദീസ് ഇമാം തുർമുദി ബാബു മാ ജാ ഫിൽ കലാമി ഫി തവാഫി എന്ന അധ്യായത്തിൽ കൊണ്ടുവന്ന ഒരു ഹദീസാണത്. അപ്പോ ആ തവാഫിന് വേണ്ടിയുള്ള വുളു അത് വുജൂബാണ്, വാജിബായ വുളു ആണ്. പിന്നെ വസാലിത്തു, മൂന്നാമത്തത് മന്ദൂബൻ, അത് മന്ദൂബാണ്. മൂന്നാമത്തേനും മന്ദൂബ. പിന്നെ അതെന്തിനൊക്കെ? ലിന്നോമി അലാ തൊഹാറത്തിൻ, ശുദ്ധിയോടുകൂടെ ഉറങ്ങാൻ വേണ്ടി. കാരണം എന്താ, വുളു കെടുക്കുമ്പോൾ വുളു എടുക്കണം എന്നാണല്ലോ. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം അദ്ദിക്റു വദ്ദുആ എന്ന അവിടെ ബാബുമായ യഖൂലു ഇന്ദ നോമി എന്ന അധ്യായത്തിൽ പറയുന്നത് കാണാം. എന്താ പറയുന്നത്? ഇദാ അഖദ്ത മൽജഅക ഫതവല്ല വുളുഅക ലിസ്സലാത്തി സുമ്മ ഇൽതജി അലാ ശിഖികൽ ഐമനി എന്ന് റസൂലുള്ള പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. അപ്പോൾ ഉറങ്ങാൻ നേരത്ത് ശുദ്ധിയോട് കൂടെ ഉറങ്ങാൻ വേണ്ടി വുളു എടുക്കുക, അത് സുന്നത്താ. വൈദസ്തൈഖള മിൻഹു, ഉറക്കിൽ നിന്നുണർന്നാൽ വുളു എടുക്കൽ സുന്നത്താണ്. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഇബ്നു മാജ ബാബുൻ അൽ വുളു ഇന്ദ നോമി എന്ന അധ്യായത്തിൽ കൊണ്ടുവന്ന ഒരു ഹദീസ്, അൽ ഐനു ബികാഉസ് സഹി ഫമൻ നാമ ഫല്യതവല്ല, ഉറങ്ങിയ വുളു ചെയ്യുന്ന റസൂൽ പറയുന്നുണ്ട്. അപ്പൊ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ വുളു എടുക്കുക. പിന്നെയോ വലിൽ മുദാവമത്തി അലൈഹി, ആ വുളുഇന്റെ മേലിൽ ദായിമാകാൻ വേണ്ടി, നിത്യമാകാൻ വേണ്ടി. കാരണം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, ബാബു ഫദ്ലു തുഹൂരി ബിൽ ലൈലി വന്നഹാരി, തഹജ്ജുദിന്റെ ബാബിലെ. എന്താണ് ഹദീസ്? നബി തങ്ങള് ബിലാൽ തങ്ങളോട് ചോദിക്കുകയാണ്, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജാ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാമി ഫഇന്നി സമിഅതു ദഫന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. ബിലാലെ, നിങ്ങളുടെ കാലടി ശബ്ദം, ആ കാലിന്റെ ശബ്ദം അല്ലെങ്കിൽ ആ ചെരുപ്പിന്റെ ശബ്ദം ഞാൻ സ്വർഗത്തിൽ കേട്ടു. അപ്പോ ബിലാൽ തങ്ങൾ പറയാണ്, അതിന് മാത്രം നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചപ്പോ ബിലാൽ തങ്ങൾ മാ അമിൽതു അമലൻ അർജാ ഇന്ദി അന്നീ ലം അതതഹറ തുഹൂറൻ ഫീ സഅതി ലൈലത്തിൻ ഔ നഹരി ഇല്ലാ സയ്യിദു ബിദാലിക തുഹൂരി മാ കുതിബ ലി അൻ ഉസല്ലിയ. എന്താണ് ചുരുക്കി പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എനിക്ക് വുളു ഉണ്ടായിരുന്നു, ശുദ്ധി ഉണ്ടാകുക എന്നുള്ള സ്വഭാവം എനിക്കുണ്ടായിരുന്നു എന്നാണ് അതിന് കാരണം പറഞ്ഞത്. അപ്പൊ അതൊരു നല്ല സ്വഭാവം. അപ്പൊ പതിവായി ശുദ്ധി ഉണ്ടായിരിക്കുക എന്നതിന് വേണ്ടി വുളു എടുക്കൽ അത് സുന്നത്താ. വലിൽ വുളൂഇ അലൽ വുളൂഇ,
വുളൂഇന് പിന്നെ വുളൂഇന്റെ മേൽ മറ്റൊരു വുളൂ എടുക്കാൻ വേണ്ടിയിട്ട് അത് എന്താണ് സുന്നത്താണ്. അങ്ങനെ വുളൂ എടുക്കല്. അഥവാ അവന് വുളൂ എടുത്ത ആ ഒരു സ്ഥലത്ത് നിന്ന് അവനക്ക് എന്ത് ചെയ്ത് ആ സ്ഥലത്ത് അവന് മാറി അപ്പോ പിന്നെ അത് നൂറുൻ അലാ നൂറ് എന്നാ അല്ലാമ മുന്തിരി തർഹീബ് തർഹീബിൽ പറയുന്നത് കണ്ടോ, എന്താണ് നൂറുൻ അലാ നൂറാണ്. അപ്പൊ വുളൂ ഉണ്ടായിട്ടും ആ വുളൂ നമ്മൾ വുളൂ പുതുക്കാന്നൊക്കെ പറയില്ലേ, തജ്ദീദ് എന്ന് പറയാ. പിന്നെ വബഅദ ഗൈബത്ത് പറഞ്ഞാൽ ആ ഗൈബത്തിന്റെ ശേഷം ഒരാളെ പറ്റി ഗൈബത്ത് പറഞ്ഞാൽ അതിന്റെ ശേഷം വുളൂ എടുക്കല് സുന്നത്തുണ്ട്. എന്താ ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റു അഖാക ബിമാ യക്റഹു ഫീ ഗൈബത്തിഹി, ഒരാളെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയാം. ഇതാ ഗൈബത്ത് ആണ്. അത് ഉള്ളതാവട്ടെ ഇല്ലാത്താവട്ടെ അവർക്ക് ഇഷ്ടമില്ലാത്തത് പറയാന്നുള്ളതാ. അപ്പൊ ഗൈബത്ത് പറഞ്ഞാൽ വുളൂ എടുക്കല് സുന്നത്താ. വകദിബിൻ, കദിബ് കളവ് പറഞ്ഞതിന്റെ ശേഷം, കളവ് പിന്നെ തന്റെ കുടുംബത്തെ സന്തോഷിപ്പിക്കാനോ രണ്ടാളുടെ യോജിപ്പിന് വേണ്ടി ഐക്യത്തിന് വേണ്ടിയൊക്കെ കളവ് പറയാം. ആ കളവല്ല, അത്തരം കളവുകളല്ലേ പറയുന്നത്. അത്തരം സ്ഥലത്ത് കളവ് പറയൽ അനുവദനീയാണെന്നാ. ഇതല്ലാതെ കളവ് പറഞ്ഞാൽ അതുപോലെ നമീമത്ത് എന്താ, ഒരു സമൂഹത്തിനിടയിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം പറഞ്ഞ വാക്കുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കുക. ഇവന് എന്നെപ്പറ്റി അവന് പറഞ്ഞെന്താ റജി, അവൻ ഇങ്ങനെ പറഞ്ഞാറ്, ഇവിടെ വന്നിട്ട് അവിടെ പോയിട്ട് പറയാം എന്നെ പറ്റിയിട്ട് ഓൻ എന്താ പറഞ്ഞത് കേട്ടോ, എന്നിട്ട് രണ്ടാങ്ങൾ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതാ നമീമത്ത് അറിയാം. നമ്മള് പരദൂഷണമെന്നോ ഏഷണിന്നൊക്കെ പറയില്ലേ, ഗൈബത്തിന് നമീമത്ത് നമുക്ക് അറിയാലോ. അതുപോലെ കുല്ലി ഖതീഅത്തിൻ, ഏതൊരു തെറ്റുകൾ ഖതീഅത്ത് പാപങ്ങൾ സംഭവിച്ചാലും അതിന് ശേഷവും വുളൂ എടുക്കൽ സുന്നത്താ. വ ഇൻഷാദി ശിഅരിൻ, മോശമായ പാട്ട് പാടുക, ബുർദയോ മൗലിദ് പോലുള്ള പാട്ടുകളോ മദ്ഹ് ഹബീബിന്റെ മദ്ഹ് രചിച്ച പാട്ടുകളൊന്നും അല്ലാത്ത മോശമായ പാട്ട്, സ്ത്രീ വർണ്ണനകൾക്കുള്ള പാട്ട്, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ, മോശമായ പാട്ടുകൾ അത് പാടിയാലും വുളൂ സുന്നത്താ. വക്കഹത്തിൻ, പിന്നെ ഖാരിജ സ്വലാത്തി, നിസ്കാരത്തിനല്ലാത്തപ്പോൾ നിസ്കാരത്തിന് പുറത്ത് കഹ്കഹത്ത്, ശബ്ദത്തിൽ ചിരിക്ക, അങ്ങനെ ശബ്ദട്ട് ചിരിച്ചാൽ വുളൂ സുന്നത്താ. ഓസില് മയ്യത്തിനെ കുളിപ്പിച്ചാൽ അതിന് ശേഷം വുളൂ എടുക്കൽ സുന്നത്താണ്. വഹംലിഹി, മയ്യത്തിനെ വഹിച്ചതിന് ശേഷം വുളൂ എടുക്കൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, ബാബും ഫിൽ ഗുസ്ലി മൻ ഗസ്സലൽ മയ്യിത എന്ന അധ്യായത്തിലും ഇമാം അഹ്മദ് അടുത്ത മുസ്ലിദിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം, മൻ ഗസ്സല മയ്യിതൻ ഫല്യഗ്തസിൽ വമൻ ഹമലഹു ഫല്യതവല്ല എന്നൊരു ഹദീസ് കാണാം. ആ മയ്യത്തിനെ കുളിപ്പിച്ചവരും അതുപോലെ മയ്യത്തിനെ വഹിച്ചവർക്ക് വുളൂ ചെയ്യൽ സുന്നത്താ. വലി വഖതി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരങ്ങളുടെ സമയത്തിന് വേണ്ടിയും വുളൂ എടുക്കൽ സുന്നത്താണ്. കാരണം റസൂൽ പറയുന്നത് കാണാം, ഇമാം തുർമുദി ബാബു മാ ജാഅ ഫിൽ വുളൂഇ ലി കുല്ലി സ്വലാത്തിൻ അധ്യായത്തിൽ പറയുന്നത് കാണാം, നബി തങ്ങള് കാന യതവല്ലു ലി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിനും വുളൂ ചെയ്യുമായിരുന്നു, ത്വാഹിറൻ ഔ ഗൈറ ത്വാഹിർ, റസൂലുള്ളാഹിക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ തന്നെ എല്ലാ നിസ്കാരത്തിനും വുളൂ എടുക്കുമായിരുന്നു. അതാണ് പറയുന്നത് വലിയ വഖതി കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെ സമയത്തും വുളൂ എടുക്കുക. വഖബല ഗുസ്ലി ജനാബത്തി, ജനാബത്ത് കുളിക്കുന്നതിന് മുമ്പ് വുളൂ എടുക്കുക. വലിൽ ജുനുബി, ജനാബത്തുകാർക്ക് വുളൂ സുന്നത്താണ്. അക്കലിയും ഭക്ഷണം കഴിക്കുന്ന നേരത്ത്, ഷുർബിൻ വെള്ളം കുടിക്കാൻ, നോമിൻ ഉറങ്ങുന്ന നേരത്ത്, വത്ഇൻ രണ്ടാമതൊരു വത്ഇൻ ഉദ്ദേശിക്കുമ്പോഴും
ഒക്കെ ജനാപത്തുള്ളവർക്ക് അവർക്കൊക്കെ ഈ സമയത്തൊക്കെ എന്താണ് ഭക്ഷണം അന്നപാനീയങ്ങളുടെ സമയത്തൊക്കെ വുളു എടുക്കൽ എന്തുണ്ട്, സുന്നത്താണ്. പിന്നെ ഒക്കെ ഹദീസുണ്ട് അങ്ങനെ ചെയ്യാന്നുള്ള ഹദീസുകൾ. ഇമാം മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസ് പിന്നെ കാണാൻ കഴിയും. അപ്പോൾ ജനാപത്ത് കുളിക്കുന്നതിന് മുമ്പ്, അതുപോലെ ജനാപത്തുകാർ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുക, അതുപോലെ ഉറങ്ങാനൊക്കെ ഉദ്ദേശിക്കുമ്പോൾ, അതുപോലെ വത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ, രണ്ടാമതും വത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ വുളു എടുക്കൽ സുന്നത്താണ്. വലിയ ഗളബിൻ, ദേഷ്യം വന്നാൽ വുളു എടുക്കൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി പറയുന്ന ഒരു ഹദീസ് ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്നത് കാണാം. ബാബുമായ യഖൂൽ ഇൻദൽ ഗളബി എന്ന അധ്യായത്തിൽ, ഇന്നൽ ഗളബ മിനശ് ശൈത്വാനി വ ഇന്ന ശൈത്വാന ഖുലിഖ മിൻ നാരി വ ഇന്നമാ തുത്ഫഉ അൻ-നാറു ബിൽ മാഇ ഫഇദാ ഗളിബ അഹദുക്കും ഫലയതവല്ലഅ. ദേഷ്യം പിശാചിന്റെ ഭാഗത്തുനിന്നുള്ളതാ. പിശാച് തീയിനാൽ സൃഷ്ടിക്കപ്പെട്ടവനാ. അപ്പൊ തീയിനെ വെള്ളം കൊണ്ടാണല്ലോ അണക്കല്. അപ്പൊ ദേഷ്യം വന്നാൽ അത് പിശാചിന്റെ സ്വഭാവമായതുകൊണ്ട് വുളു എടുത്ത് ആ ദേഷ്യത്തെ അണക്കണം. അതുപോലെ ഖുർആനിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ വേണ്ടി വുളു എടുക്കണം. ഖുർആൻ ഓതാൻ വേണ്ടി വുളു എടുക്കൽ സുന്നത്ത്, തൊടാനല്ല. തൊടാൻ വുളു എടുക്കൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഫർദാണെന്ന്. ഇത് ഖുർആൻ ഓതാൻ വുളു എടുക്കൽ സുന്നത്താണ്. ഹദീസിൻ, ഹദീസ് പാരായണത്തിനും വുളു എടുക്കൽ സുന്നത്താണ്. റിവായത്തി ഹദീസ് ഉദ്ധരിക്കാനും, ദിറാസത്തി ഇൽമിൻ, മതപരമായ ഇൽമ് അഭ്യസിക്കാൻ വേണ്ടി, അത് അഭ്യസിക്കുക, അത് പഠിക്കുക, പഠിപ്പിക്കുക, ദിറാസക്ക് വേണ്ടി. വാദാനും വാങ്ക് വിളിക്കാനും, ഇഖാമത്തിനും ഖുതുബത്തിനും, ഖുതുബക്കുമെല്ലാം വുളു സുന്നത്താണ്. ഇത് ഹനഫി മദ്ഹബിലെ നിയമമാണ് പറയുന്നത് കേട്ടോ. അത് ഖുതുബ നിക്കാഹിന്റെ ഖുതുബയാണെങ്കിൽ പോലും വുളു സുന്നത്താണെന്നാ. വസിയാറത്ത് സയ്യിദിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്താക്കാൻ വുളു സുന്നത്താണ്. അവിടുത്തെ ഹദറത്തിനുള്ള തഅലീം, അല്ലാഹു തഅലീം ലി ഹദറത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ആദരവിന്റെ ഭാഗമായി വുളു എടുക്കൽ സുന്നത്താണ്. വഖൂഫിൻ ബി അറഫ, അറഫയിൽ നിൽക്കാനും. കാരണം ആ സ്ഥലത്തിന് വലിയ മഹത്വമുണ്ടല്ലോ അറഫക്ക്. ആ മാത്രമല്ല അറഫയിൽ നിൽക്കുന്നവരെ കുറിച്ച് അള്ളാഹു മലക്കോട് ഇങ്ങനെ വലിയ പൊങ്ങച്ചം പറയും. എന്റെ അടിമകൾ അറഫയിൽ നിൽക്കുന്നത് കാണുന്നില്ലേ മലക്കോടെന്ന് വലിയ പൊങ്ങച്ചം പറയും. അള്ളാഹ്ക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ആ സ്ഥലത്തിന് വലിയ മഹത്വമുണ്ട്. ആ മഹത്വം പരിഗണിച്ചുകൊണ്ട് വുളു എടുക്കൽ സുന്നത്താ. വലിസ്സഈ ബൈന സ്വഫാ വൽ മർവ, സ്വഫാ മർവക്കിടയിൽ സഈ ചെയ്യാനും വുളു എടുക്കൽ സുന്നത്താണ്. വലിയ മഹത്വമുള്ള സ്ഥലമാണല്ലോ. അഖിലി ലഹമി ജസൂരിൻ, ഒട്ടകമാംസം കഴിച്ചതിന് വേണ്ടിയും വുളു എടുക്കൽ സുന്നത്താണ്. കാരണം എന്താ, ചില അയിമ്മത്തിന് ഒട്ടകത്തിന്റെ മാംസം കഴിച്ചാൽ വുളു എടുക്കുക എന്നുള്ള അഭിപ്രായമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല അഭിപ്രായമുള്ളവരാണെന്ന് ഇബ്നു ഖുദാമ തങ്ങൾ അവിടുത്തെ മുഗനിയുടെ 1-ാം വാള്യം 250 പേജിൽ പറയുന്നുണ്ട്. അഹ്മദ് ബിൻ തങ്ങൾ പറയുന്നത് എന്താ, അക്കുൽ ലഹ്മിൽ ഇബ്ലി യൻഖുദുൽ വുളു അലാ കുല്ലി ഹാലിൻ. അതെ, ഒട്ടക മാംസം അത് എങ്ങനെ കഴിച്ചാലും, വേവിച്ച് കഴിച്ചാലും, പച്ചക്ക് കഴിച്ചാലും, അറിഞ്ഞു കഴിച്ചാലും, അറിയാതെ കഴിച്ചാലും അതൊക്കെ വുളു മുറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ അഭിപ്രായം ജാബിർ ബിൻ സമ്രത്തും മുഹമ്മദ് ബിൻ ഇസ്ഹാഖ്, അബൂ ഖൈസമ, യഹ്യ ബിൻ യഹ്യ, ഇബ്നുൽ മുൻദിർ, ഇവർക്കൊക്കെ അഭിപ്രായമുണ്ട്. ഷാഫി ഇമാമിന് തന്നെ, ഷാഫി ഇമാമിന്റെ അഭിപ്രായങ്ങളിൽ 2 വുളു മുറിയുന്നു ഒരഭിപ്രായമുണ്ട്, മുറിയില്ല എന്നും അഭിപ്രായമുണ്ട് ഷാഫി ഇമാമിന്. അപ്പൊ 2 അഭിപ്രായങ്ങൾ, ഒരു അഭിപ്രായം ഇതാണ്, വുളു മുറിയുന്നതാണ് ഷാഫി മദ്ഹബിലെ. മാത്രമല്ല ബറാ ഇബ്നു ഹാസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒട്ടക മാംസത്തിന് വുളുവിനെ കുറിച്ച് ചോദിച്ചപ്പോ റസൂൽ പറഞ്ഞു തവല്ലഉ മിൻഹാ, വുളു എടുക്കുന്ന റസൂൽ പറഞ്ഞതായിട്ട് ഇമാം തുർമുദി ഉദ്ധരിക്കുന്നത് കാണാം. അവിടെ വുളുവിന് ഷാഫി മദ്ഹബുകാർ ആ വുളുവിന് എന്ത് അർത്ഥം പറയും? അത് ലോവിയായ വുളു ആണ് എന്ന് പറഞ്ഞാല് കയ്യും വായും കഴുകുന്ന അർത്ഥത്തിനാണ്, അല്ല ആ നിലക്കല്ല, ശരിയായ വുളു ആണ് എന്ന് ഇവരും പറയും. ഏതോ ആവട്ടെ. അപ്പൊ വുളു സുന്നത്താണ് ഒട്ടകമാംസം കഴിച്ചാല്.
വലിൽ ഖുറൂജ് മിൻ ഖിലാഫിൽ ഉലമാ, ഈ പണ്ഡിതന്മാരുടെ ഖിലാഫിൽ നിന്ന് ഖുറൂജാകാൻ രക്ഷപ്പെടാൻ വേണ്ടി വുദൂ എടുക്കൽ സുന്നത്താണ്. ഖിലാഫുള്ള മസ്അലകൾ. അതുപോലെ കമാ ഇദാ മസ്സംറഅതൻ, സ്ത്രീയെ സ്പർശിക്കും പോലെ, സ്ത്രീയെ സ്പർശിക്കും പോലെ, അതുപോലെ മുൻകൈയിന്റെ ഉൾഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊടും പോലെ, മുൻകൈന്റെ പള്ള കൊണ്ട് ഉൾഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ട വുദൂ മുറിയുന്ന ആളോ ഷാഫി മദ്ഹബിലെയും മാലിക്കി അഹമ്മദ് റഹിമഹുമുല്ലാഹ്, ഈ 3 മദ്ഹബിന്റെ അഭിപ്രായം വുദൂ മുറിയുന്ന. അപ്പൊ ആ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താൽ വുദൂ എടുക്കൽ സുന്നത്താണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞതായ ഹദീസ് ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോ ഉലമാഇന്റെ ഖിലാഫിൽ നിന്ന് രക്ഷപ്പെട്ട ആ ഖിലാഫ് പരിഗണിച്ചുകൊണ്ട് വുദൂ എടുക്കൽ സുന്നത്താ. കമാ ഇദാ മസ്സംറഅതൻ, സ്ത്രീയെ സ്പർശിക്കും പോലെ, സ്ത്രീകൾ തൊട്ട വുദൂ മുറിയുന്നുള്ള അഭിപ്രായം പറഞ്ഞവരുണ്ടല്ലോ. അപ്പൊ ആ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് വുദൂ എടുക്കുക. ഹനഫി മദ്ഹബിൽ വുദൂ മുറിയിലെങ്കിലും മറ്റു മദ്ഹബിന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് വുദൂ എടുക്കൽ എന്തുണ്ട്? സുന്നത്താണ്. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.